ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണ വിഭവം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചടിയാണ്. നമ്മുടെ കുമ്പളങ്ങ കിച്ചടി. സാധാരണ നമ്മൾ കുമ്പളങ്ങ ഉപയോഗിച്ചിട്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട്, മോരുകറി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുമ്പളങ്ങ കിച്ചടി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് ഇതുപോലെ കുമ്പളങ്ങ കിച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. പിന്നെ ഈ ഒരു കുമ്പളങ്ങ കിച്ചടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മാത്രമേ തയ്യാറാക്കാൻ പറ്റുള്ളൂ കേട്ടോ. തലേ ദിവസം ഒന്നും തയ്യാറാക്കി വെക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുമ്പളങ്ങ കിച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇതാ കുമ്പളങ്ങ ഇതുപോലെ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് ചെറിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും കനം വേണ്ട നമുക്ക്, അതുപോലെ വലിപ്പവും വേണ്ട. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയത്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് പച്ചമുളക്. എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എന്ന് പറയുമ്പോൾ വലിയ പച്ചമുളകല്ല, ചെറിയ പച്ചമുളകാണ്. ഒരെണ്ണം തീരെ ചെറുതാണ്. അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 6 വരെ എടുക്കാം. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് എടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് മതി കേട്ടോ. നമുക്ക് ഒരുപാട് തൈരിൻ്റെ ആവശ്യമില്ല. ഈ തൈരൊന്ന് മിക്സിയിൽ ജസ്റ്റ് കറക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസ് അല്ലാതെ കിട്ടും. ഇതുപോലെ കട്ട തൈര് എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കുമ്പളങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കുമ്പളങ്ങയും ചേർത്താണ് നമ്മൾ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് കുമ്പളങ്ങ വഴറ്റിയെടുക്കാം. കുമ്പളങ്ങ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടല്ല ഈ ഒരു കിച്ചടി റെഡിയാക്കുന്നത്, കുമ്പളങ്ങ വഴറ്റിയെടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ വഴറ്റാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കുമ്പളങ്ങ വഴറ്റാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് വേണ്ട. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഈ കുമ്പളങ്ങയുടെ കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ കുക്കായി വന്നോളും. കുമ്പളങ്ങ കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൈരൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. പൾസ് മോഡിൽ ഇടുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിച്ച് കറക്കി വെള്ളം പോലെ ആക്കി എടുക്കരുത്. പൾസ് മോഡിൽ ഇട്ടിട്ട് 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തൈരൊന്ന് ഉടഞ്ഞ് കിട്ടും. നമുക്ക് തൈര് വെള്ളം പോലെയല്ല വേണ്ടത്. ഈ കുമ്പളങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കുമ്പളങ്ങ കുക്കായി കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. ഈ വെള്ളത്തിൽ തന്നെ കുമ്പളങ്ങ കുക്കായി കിട്ടിക്കോളും. നമ്മൾ ഫ്ലെയിം കുറച്ച് അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാനിനി തൈരൊന്ന് ഉടച്ചെടുക്കട്ടെ. മിക്സിയുടെ ചെറിയ ജാറ് മതി നമുക്ക്, അതിൽ തൈര് ഉടച്ചെടുക്കാം. അതുപോലെ തന്നെ ആ ജാറിൽ തന്നെ നമുക്ക് നമ്മുടെ അരപ്പും റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് ഇതാ കണ്ടോ, ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോയിട്ടില്ല. അത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തൈരിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ തൈര് മാറ്റിയിട്ട് ഇതേ ജാറിൽ തന്നെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ അരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഞാനിതൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് ഞാൻ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ തന്നെയാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ അധികം വെള്ളം ചേർക്കാതെ ഞാൻ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് കടുക് തരിതരിപ്പായിട്ട് പൊടിഞ്ഞു വരുന്നത് വരെ ആ രീതിയിലൊന്ന് അരച്ചെടുക്കാം. പൊടിഞ്ഞു വരുന്നത് വരെ മതി. ഒരു 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. പൾസ് മോഡിലല്ല, സാധാരണ നമ്മൾ അരയ്ക്കുന്ന ആ ഒരു മോഡിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കടുകും ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ എന്തായി നോക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇത് കണ്ടോ, കുമ്പളങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം കുമ്പളങ്ങയുടെ ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ടായി വരുന്നുണ്ടോ എന്ന് നോക്കുക.
കട്ടായി വരുന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ കുക്കായിട്ടുണ്ടെന്നാണ്. കട്ടായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ കുക്കായിട്ടില്ല, കുറച്ച് സമയവും കൂടി അടച്ചു വെക്കിയതുണ്ട്. ഇതൊക്കെ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈരും അരപ്പും ചേർക്കുമ്പോൾ കുമ്പളങ്ങയ്ക്ക് ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തു. ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളരിക്കയിലാണ് നിങ്ങൾ കിച്ചടി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെയല്ല, കുറച്ചുകൂടി സമയം വെള്ളരിക്ക വേവിക്കേണ്ടി വരും. വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കേണ്ടി വരും. വെള്ളരിക്ക ഇത്ര ഈസി ആയിട്ട് കുക്കായി കിട്ടില്ല. കുമ്പളങ്ങ കിച്ചടിയാണ് ഉണ്ടാക്കാൻ എളുപ്പം. ഇനി ഈ കുമ്പളങ്ങയുടെ ചൂടൊന്ന് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് ചൂട് മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് മാറി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 പിഞ്ച് പഞ്ചസാരയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് അത്യാവശ്യം നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത്. അല്ലെങ്കിലും കിച്ചടിയിൽ 1 പിഞ്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ സാധാരണ പച്ചടിയിൽ പഞ്ചസാര ചേർക്കാറില്ല. പൈനാപ്പിൾ പച്ചടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് നമ്മൾ പഞ്ചസാര ചേർക്കാറ്. പക്ഷേ കിച്ചടിയിൽ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് മാറി വരട്ടെ. ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ ഒരു കറി ഇനി നമ്മൾ ചൂടാക്കില്ല കേട്ടോ. ഇതിനി ചൂടാക്കാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. നമ്മളിന്നിപ്പോൾ സദ്യ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ദിവസമാണെങ്കിൽ സദ്യയുടെ ദിവസം രാവിലെ കറി ഉണ്ടാക്കുക. അതിനുശേഷം ബാക്കി കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം റൂം ടെമ്പറേച്ചറിൽ തണുപ്പ് മാറി കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കുക. സാധാരണ ഒരു ദിവസത്തേക്കാണ് നമ്മൾ കറി ഉണ്ടാക്കുക. അധിക ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കരുത് ഇങ്ങനെയുള്ള കറികളൊക്കെ. അപ്പോൾ ഇനി ഈ കുമ്പളങ്ങയും അരപ്പും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നമുക്ക് സദ്യയുടെ അന്ന് രാവിലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പികളാണ്. അപ്പോൾ നിങ്ങൾ പച്ചടികളൊക്കെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. കിച്ചടികളൊക്കെ അന്നന്ന് രാവിലെ, സദ്യ ഉണ്ടാക്കുന്ന അന്ന് രാവിലെ മാത്രം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ തൈര് ഒഴിക്കരുത്, കുറച്ച് തൈര് മാത്രം ചേർക്കുക. പുളി കുറവുള്ള തൈരാണെങ്കിൽ മാത്രം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഭയങ്കരമായിട്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല സദ്യയിൽ നമ്മൾ വിളമ്പുമ്പോൾ. ഇലയിൽ ഒരറ്റത്ത് വിളമ്പുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കിച്ചടിയുടെ കൺസിസ്റ്റൻസി. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ കിച്ചടി റെഡി ആയി കഴിഞ്ഞു. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതലാണെങ്കിൽ 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എരിവ് കുറവായിരിക്കില്ല കേട്ടോ, എരിവ് കൂടുതലാവാനേ സാധ്യതയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ആവിയിൽ വേവുമ്പോൾ എരിവുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എരിവ് കൂടുതലാവാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും മിക്സ് ആയി വരണം. കുമ്പളങ്ങയിലേക്ക് നന്നായിട്ട് ആ തൈരൊക്കെ മിക്സ് ആയി വരണം. ഇതൊക്കെ നമുക്ക് രാവിലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഊണിൻ്റെ സമയമാകുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്കിനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ എന്താ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ, ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഉലുവയും കൂടി ചേർത്ത് വറവിടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് ഒരു 3 വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ കിച്ചടി. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി. എല്ലാവരും ഈ ഓണത്തിന് കുമ്പളങ്ങ കിച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് കറിയിലേക്ക് ചേർക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിച്ച് നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സദ്യ ഉണ്ടാക്കുമ്പോഴാകുമ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട്, സദ്യ വിളമ്പുന്നതിന് മുന്നേ ആയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് സെർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ കിച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾ കുമ്പളങ്ങ കിച്ചടി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുപോലെയുള്ള സദ്യ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീതാസ് ടേസ്റ്റ്ലാൻഡ് സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സദ്യ റെസിപ്പീസിൻ്റെയും പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ആ പ്ലേലിസ്റ്റ് വാട്സാപ്പ് ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ട് അതിൽ ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് മുകളിൽ തന്നെ കാണാൻ പറ്റും. അതിൽ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സദ്യ റെസിപ്പീസ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് പ്ലേലിസ്റ്റ് എടുക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഈസി, ഏറ്റവും ഈസി നീതാസ് ടേസ്റ്റ്ലാൻഡ് ഓണം സദ്യ റെസിപ്പീസ് എന്നുള്ളത് സെർച്ച് ചെയ്യായിരിക്കും. അപ്പോൾ എല്ലാ പായസങ്ങളുടെയും സദ്യ റെസിപ്പീസിൻ്റെയും കറികളുടെയും പച്ചടികളുടെയും കിച്ചടികളുടെയും അച്ചാറുകളുടെയും എല്ലാം പ്ലേലിസ്റ്റ് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ സദ്യയിൽ. അതിനുശേഷം ഓണം സദ്യ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓണം സദ്യ ഉണ്ടാക്കി കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ദിവസം ഞാൻ പറ്റുകയാണെങ്കിൽ ലൈവ് വരുന്നുണ്ട്. അന്നത്തെ ദിവസം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആ ലൈവിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.